ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സോ നമ്മൾ ഈ വീക്കിലി അനാലിസിസിലേക്ക് പോവുകയാണ്. സോ വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലാണ് വീക്കിലി അനാലിസിസ് ഇടുന്നത്. കുറച്ച് തിരക്കുകൾ കാരണം ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും നമുക്ക് വാച്ച് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ ബേസ്ഡ് സ്റ്റോക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് ഇതൊരു പ്രൈസ് ആക്ഷൻ സ്റ്റഡി പർപ്പസ് വീഡിയോ ആയിട്ട് കണക്കാക്കുക. ഞാൻ ഇതിലെ മിക്ക സ്റ്റോക്സിലും എനിക്ക് കുറച്ചെങ്കിലും പൊസിഷൻസ് ഉള്ള സ്റ്റോക്സ് ആണ്, അതാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ എടുത്ത ട്രേഡ് ലോജിക്കും കൂടി ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇത് വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്കും ഫോക്കസ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിഫ്റ്റിയുടെ ജസ്റ്റ് ഒരു വീക്ക്ലി അനാലിസിസ് പറഞ്ഞ ശേഷം നമുക്ക് സ്റ്റോക്സിലേക്ക് പോകാം. സോ വീക്ക്ലി നിങ്ങൾ നോക്കുക, 26,320 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ആൻഡ് മാർക്കറ്റിൽ മേജർലി ഇനി നമുക്ക് ഒരു പുഷ് കിട്ടേണ്ടത് 24,647 റേഞ്ച്. ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അപ്സൈഡ് മൊമെന്റത്തിന് വേണ്ടിയിട്ട് ഈ 24,270 റേഞ്ചിൽ നിന്നും 24,600 റേഞ്ച് ആദ്യം ടെസ്റ്റ് ചെയ്യണം. ആൻഡ് അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ളൊരു മേജർ ബയേഴ്സിന്റെ പുഷ് നമുക്ക് ആവശ്യമുണ്ട് ഒരു അപ്സൈഡ് മൊമെന്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, അതായത് ലിക്വിഡിറ്റി ബിൽഡിംഗ് വീക്ക്ലിയിൽ നമുക്കിവിടെ കാണാം. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് മൊമെന്റത്തിലേക്കാണ് പോകുന്നത്. പിന്നെ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് വീക്ക്ലി ചാർട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ ഈ 23,500 റേഞ്ചിൽ നിന്നും മാർക്കറ്റിന് ഒരു അപ്സൈഡ് മൊമെന്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഡൗൺ സൈഡ് മൊമെന്റം ഈ വീക്കോ അടുത്ത വീക്കോ വരുവാണെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കാം. അവിടെ ഒരു ബയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് ഈ ഒരു സോണിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത വൺ ഡേ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. വൺ ഡേ ചാർട്ട് നിങ്ങൾ നോക്കാം. വൺ ഡേ ചാർട്ട് പോകുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ഈ ഒരു ഭാഗത്തുണ്ടെന്നുള്ളത്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു മേജർ, അതായത് ഒരു ഗ്യാപ്പ് വന്നാലും ഇനി സസ്റ്റെയിൻ ചെയ്യേണ്ട സോൺ 24,400 to 500 റേഞ്ച് ആണ്. ഈ 600 റേഞ്ച് ആദ്യം ടെസ്റ്റ് ചെയ്യണം. ആൻഡ് അവിടെ നിന്നൊരു പുഷ് അപ്സൈഡ് മൊമെന്റം കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൊമെന്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻട്രാഡേ ലെവൽസ് മൺഡേ ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം പരിശോധിച്ച ശേഷം ഞാൻ മൺഡേത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ ഞാൻ വരുന്ന ആഴ്ചകളിൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇക്യോ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏറെ കാലത്തെ ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തരാൻ ശ്രമിച്ച ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 467 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. ആൻഡ് മോസ്റ്റ്ലി 100, അതായത് 103 എന്നൊരു റേഞ്ചിൽ മേജർലി ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നു വരുന്നതാണ്. അതായത് ഒരു ക്ലിയർ കട്ട് ഡൗൺ ട്രെൻഡിൽ നിന്നും ഈ സ്റ്റോക്ക് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് തരുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് 100 അല്ലെങ്കിൽ 100 റേഞ്ച്, ഈ ഒരു റേഞ്ചാണ് മാർക്കറ്റിന്റെ ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് തിരിച്ച് ഈ സ്റ്റോക്ക് ഈ ഡൗൺ സൈഡ് വന്നാൽ ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 100 അല്ലെങ്കിൽ 105 ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ചെറിയൊരു ബേസ് ഏരിയ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു കൺസോൾട്ടേഷൻ ഫേസ് മാർക്കറ്റ് കടന്നു. ആൻഡ് അവിടെ നിന്നും ഒരു സ്ട്രക്ചർ ബ്രേക്കിലേക്കുള്ള സൂചന തന്നിട്ടുണ്ട് മാർക്കറ്റ്. ആൻഡ് ഒരു ലോങ് ടേം ട്രെൻഡ് ലൈൻ ബ്രേക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ ഇക്യോ ടെക്നോളജീസ് നമുക്കൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. എനിക്ക് 30 ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 30 ക്വാണ്ടിറ്റീസ് ഞാൻ ഈ ഒരു റേഞ്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 172 റേഞ്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം നിലവിൽ 200 റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് വാങ്ങിയ ആളുകൾ മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 170 റേഞ്ച് റേറ്റ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വീക്ക്നെസ്, ഈ സ്റ്റോക്ക് എവിടെയാണ് ഡൗൺ സൈഡ് വന്നാൽ, അതായത് എവിടെയാണ് നമ്മൾ ഇതിന്റെ ഒരു ടോട്ടൽ വീക്ക്നെസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 റേഞ്ച് താഴെ വലിയ റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു വീക്ക്നെസ് ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഞാൻ ഒരു മീഡിയം ടേം ഹോൾഡ് ചെയ്യും. അപ്പോൾ റീറ്റെയിൽ സോൺ 177 റേഞ്ചാണ്. അപ്പോൾ തിരിച്ച് 177 റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 250 ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 300 സോണിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് നിലവിൽ. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല, ഇത് എൻ്റെ ഒരു ട്രേഡ് പ്ലാനും ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്കും ഞാൻ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത സ്റ്റോക്കാണ് ബാലാജി അമൈൻസ് നമ്മൾ പബ്ലിക് ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നല്ല ന്യൂസസ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ട്രേഡ്സ് എടുക്കുമ്പോൾ കഴിവതും ഞാൻ ലൈവ് അപ്ഡേറ്റും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ.
അപ്പോൾ ബാലാജി അമൈൻസ് ഞാൻ ഈ ഒരു റേഞ്ചിൽ നമ്മളെ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 1997 റേഞ്ചിൽ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ട്രേഡ് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ കണ്ടപ്പോൾ ഇട്ടതാണ്. ആൻഡ് നിലവിൽ ഇപ്പോൾ 2200 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മന്ത്ലി ക്ലോസിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തു, തിരിച്ച് റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ റീടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് പാനിക്കിലായിട്ട് സെല്ലായിട്ടുണ്ട്. കാര്യം 2 വലിയ റെഡ് ബാർസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പാനിക്കായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സെല്ല് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത്. 2140 റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് ഡൗൺ സൈഡ് വന്നപ്പോൾ ഞാൻ പാനിക്കായിട്ടില്ല. ഞാൻ ഇവിടെ കൂടുതൽ ഈ ഒരു ക്യാൻഡിൽ ഞാൻ കൂടുതൽ സ്റ്റോക്സ് ആഡ് ചെയ്യാൻ ഉണ്ടായത്. ഞാൻ അവിടെ നിന്നും സ്റ്റോക്ക് മൂവ് ചെയ്ത് അപ്പ് സൈഡ് പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നല്ല മന്ത്ലി ക്ലോസിംഗും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ ബുള്ളിഷ് ബയസിലാണ് ഞാൻ ഈ സ്റ്റോക്ക് എടുത്തത്. അതായത് 2066 ആൻഡ് അതിനുശേഷം ഈ ഒരു ക്ലോസിംഗ് കണ്ടപ്പോഴാണ് ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി ഞാൻ എടുത്തത്. ഒരു പുൾ ബാക്ക് വന്നാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാന്ന് വെച്ചിട്ട്. സോ എന്തായാലും ഞാൻ വരുന്ന മാസങ്ങളിൽ നല്ല മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ബാലാജി അമൈൻസ്. സോ നിങ്ങളും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ആൻഡ് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫീനിക്സ് മിൽസ് ആണ്. ഞാൻ എപ്പോഴും നോക്കുന്നത് ഓരോ സ്റ്റോക്കിൻ്റെയും ഒരു 2 വട്ടമായിട്ടോ 3 വട്ടമായിട്ടോ ആഡ് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അതുമാണ് ബെറ്റർ. ഫീനിക്സ് മിൽസ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടിലേക്ക് നീങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ 2047 ട്രേഡാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ സോൺ എന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്ക്. ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്താൽ മേ ബി ഈ സ്റ്റോക്ക് അപ്പ് സൈഡ് പോകും. അപ്പോൾ ഞാൻ നോക്കുന്നത് ഒരു പുൾ ബാക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് 1800 റേഞ്ച് വളരെ നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഞാൻ നോക്കുന്നത് ഒരു പുൾ ബാക്ക് ഇവിടെ കിട്ടുമോ, അല്ലെങ്കിൽ 2000 റേഞ്ച്, 1950 റേഞ്ച്, ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്തുവാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ പറയാണ്. ഒരു പുൾ ബാക്ക് കിട്ടിയ ഈ ഒരു സോണിൽ ഞാൻ ആഡ് ചെയ്യും. 1950, 1900 ഈ റേഞ്ചിൽ ആഡ് ചെയ്തിട്ട് ഒരു 2200 റേഞ്ചിലേക്ക് നീങ്ങുമോ എന്നായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2200, 2300 ഈ റേഞ്ചിലേക്ക് ഈ സ്റ്റോക്കിനെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാനായിരിക്കും എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു പുൾ ബാക്ക് കിട്ടിയ വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയേനെ. ഈ 1800 റേഞ്ചാണ് എനിക്ക് ആഗ്രഹമുള്ള റേഞ്ച്. ഒരു പുൾ ബാക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന റേഞ്ച് 1800 റേഞ്ചാണ്. ഈ ഒരു റേഞ്ച് താഴോട്ട് വന്നാലും ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റിനെ തിരിച്ച് വാങ്ങാമല്ലോ, തിരിച്ച് അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിച്ച് വാങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഫീനിക്സ് മിൽസ് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. എന്തായാലും ഞാൻ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ഞാൻ വാങ്ങില്ല, ഒന്ന് ഡൗൺ സൈഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. മേ ബി ഒരു ബൈയിങ് പ്രഷർ വന്ന് ഇത് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകും എങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യും. ഞാൻ പുഷ് ചെയ്ത് ട്രേഡ് എടുക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ഉടനെ കയറി ചാടിക്കയറി വാങ്ങാറില്ല ഒരു സ്റ്റോക്കും. എനിക്കൊരു പുൾ ബാക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റോക്ക് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഡൗൺ സൈഡ് ലെവൽസിൽ നിന്നും അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ് കമ്പനിയുടെ പേര്, അറിയായിരിക്കും. ഞാൻ 8300 ഈ റേഞ്ചിൽ എന്തോണം ഞാൻ വാങ്ങിയത്. ഇപ്പം നിങ്ങൾ വാങ്ങാൻ പല കാര്യങ്ങളുണ്ട്. ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഈ ഒരു സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്ന് കണ്ടില്ല, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന ശേഷവും ബയേഴ്സിന്റെ സ്ട്രെങ്ത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഞാൻ വച്ചിരിക്കുന്ന ടാർഗറ്റ് 9500 ആണ്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി 300-400 പോയിന്റ് ഞാൻ പ്രോഫിറ്റിലാണ്. ഒരു 5 to 6 ക്വാണ്ടിറ്റീസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ വയ്ക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 9500 to 10,000 റേഞ്ച് ആയിരിക്കും ഞാൻ വയ്ക്കുന്ന ടാർഗറ്റ്. അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കമ്പനി ഒരു കാണുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രക്ചറലി ഇതന്നെ നല്ല പ്രശ്നമാണെന്ന് തോന്നും. ബട്ട് നമ്മൾ സീരിയസ്ലി പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ ബെറ്റർ പ്രൈസ് ആക്ഷൻ തന്നെയാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ ഉള്ളത്. അപ്പോൾ കണ്ടോ, ഒരു W പാറ്റേൺ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചറലി അത് ഒരുപാട് കാലം മാർക്കറ്റിൽ ഇരുന്ന് ഇങ്ങനത്തെ സ്റ്റോക്ക് വാങ്ങാനുള്ള ധൈര്യം കാണിക്കും. ഓക്കെ, അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസ് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ഞാൻ കൂടുതൽ പ്രൈസ് ആക്ഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ഞാനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യം ഞാൻ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യം പെട്ടെന്ന് ആരും ഇഷ്ടപ്പെടാത്ത ഒരു പ്രൈസ് ആക്ഷനാണ് അപ്പോളോ ഹോസ്പിറ്റലിനെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ബട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ റീസൺസ് വെച്ചിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ വീഡിയോ ഇടുന്ന കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വീക്ക്നെസ് ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8400 റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്നാലാണ് ഒരു വീക്ക്നെസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് സൈഡസ് വെൽനസ് എന്നാണ് കമ്പനിയുടെ പേര്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് സൈഡസ് വെൽനസ് എന്ന് പറയുന്നത്. ഞാൻ 520 റേഞ്ച് ആ റേഞ്ചിലാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ 598 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ടാർഗറ്റ് 600 റേഞ്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 600 ബ്രേക്ക് ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈഡസ് വെൽനസ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് മന്ത്ലി ക്യാൻഡിലൊക്കെ ഒന്ന് നോക്കാം.
നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ കണ്ടില്ലേ, വളരെ നല്ല പ്രൈസ് ആക്ഷനാണ്. അപ്പോൾ 670 680 നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം സൈഡസ് വെൽനസ് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സൈഡസ് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഒരു നല്ല കൺസോളിഡേഷൻ ബ്രേക്ക് നടത്തിയ സ്റ്റോക്ക് ആൻഡ് 660 670 ആൻഡ് 700 ഈ റേഞ്ചിലേക്കാണ് ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് പഠിക്കണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ പുൾ ബാക്കുകൾക്ക് വെയിറ്റ് ചെയ്യുക. ഈ ഒരു പുൾ ബാക്ക് 540 റേഞ്ച് അല്ലെങ്കിൽ 520 റേഞ്ചിലേക്ക് പുൾ ബാക്ക് ഉണ്ടാവുമോ നോക്കുക. അപ്പോൾ അവിടെ നിന്നും ഡിമാൻഡ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നോക്കിയ ശേഷം ബൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കാനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണെന്ന്. ഞാൻ നല്ല ലോവർ ലെവലിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, ഈ ഒരു റേഞ്ചിൽ നിന്നും. അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് മൊമെന്റത്തിലേക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഫിൻസർവ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, പണ്ട് ഒരുപാട് പേര് ട്രേഡ് എടുത്ത കമ്പനിയാണ്. ശേഷം എല്ലാവരും ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്ക് ഒഴിവാക്കി. ബജാജ് ഫിൻസർവ് നിലവിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ 1800 റേഞ്ച് ബ്രേക്ക് ചെയ്ത് 1895 റേഞ്ചിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം വയ്ക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 2000 അപ്പോൾ ഞാൻ മൺഡേ നോക്കും. മൺഡേത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയ ശേഷം ചെറിയ ക്വാണ്ടിറ്റി ബൈ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ വരുന്ന മാസങ്ങളിൽ ബജാജ് ഫിൻസർവ് ഈ ഡൗൺ ട്രെൻഡിൽ നിന്നും മാർക്കറ്റ് അതിജീവിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യമെന്ന് പറയുന്നത് 2225 റേഞ്ചിലേക്ക് മൂവ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു സപ്ലൈ സോൺ, മേജർ സപ്ലൈ സോൺ അതാണ്. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ച് ഞാൻ മൺഡേ വാങ്ങാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാര്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ, ഒരു എന്താ പറയുക, മാർച്ച് ഏപ്രിൽ മാസം തൊട്ട് തുടങ്ങിയ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തു. ഒരു നല്ലൊരു ബ്രേക്ക്, ഒരു ഗ്യാപ്പ് അപ്പ് ബ്രേക്കും ആൻഡ് ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിനും ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ബജാജ് ഫിൻസർവിൽ. അപ്പോൾ മൺഡേ ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് 1600 റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ നല്ലൊരു സപ്പോർട്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടാണ് മാർക്കറ്റ് വാലിഡേറ്റ് ചെയ്ത് അപ്സൈഡ് പോയിരിക്കുന്നത്. സോ നമുക്ക് മൺഡേ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം. ആൻഡ് എൻ്റെ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ വാങ്ങുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടെലിഗ്രാം ബാൻ വന്നപ്പോഴത്തേക്കും വാട്സാപ്പ് ചാനൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. സോ അതിലും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ടും ഞാൻ എന്താ പറയുക, ഒന്ന് വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. വാട്സാപ്പ് ചാനലും കൂടെ ജോയിൻ ചെയ്യുക. കാര്യം ബാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ ഭാവിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നശിക്കാൻ പാടില്ല. അതുകൊണ്ട് വാട്സാപ്പ് ചാനലിലും കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.